ഇന്ന് ഞങ്ങൾക്ക് ബാങ്കിൽ കൊണ്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. കയ്യുമ്മ ആകലുണ്ടായിരുന്ന ബ്രേസ്ലെറ്റ് ആണ്. അപ്പോൾ അത് വാങ്ങിക്കൊണ്ട് കൊണ്ടുപോകണം. അത് പണയം വെച്ച് ക്യാഷ് കിട്ടിയിട്ട് വേണം ബാങ്കിൽ കൊണ്ടുപോയി അടക്കാൻ വേണ്ടി. ലോൺ എടുത്തപ്പോൾ മാസം തെറ്റാതെ ലോൺ അടക്കണം എന്നൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഇടക്ക് നമ്മുടെ സാഹചര്യം കൊണ്ട് ലോൺ അടക്കാതെ ഇരുന്നു. ലോൺ എടുത്ത് 1-2 വർഷമൊക്കെ കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ അതിക്ക് അടക്കാൻ കാശ് കിട്ടുമ്പോഴേക്കും നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാകും. അങ്ങനെ ആ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതിരുന്നതാണ്. പിന്നെ ഞാനും ഉമ്മയും ആബിയാണ് ലോൺ അടക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ബാങ്കിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു അയൽവാസി ഉണ്ടായിരുന്നു ബാങ്കിൽ. അങ്ങനെ ആളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കൊണ്ടുപോയ കാശ് ഞങ്ങൾ അവിടെ അടച്ചിട്ടുണ്ടായിരുന്നു. ആളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ചായയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്. തിരിച്ചു പോന്നപ്പോൾ ഞങ്ങൾ മണ്ണാർക്കാടുള്ള ഇമേജ് മൊബൈൽസിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഉമ്മക്ക് ഒരു ഫോൺ എടുക്കാൻ വേണ്ടി. ഉമ്മാന്റെ കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഡിസ്പ്ലേ പോയിക്കാണ്. ആ ഫോണിന് ഉമ്മ ആരുടെ ഒരു പഴയ ഫോണാണ് ഉപയോഗിച്ചുകൊണ്ട്. ആ ഫോണിന്റെ ഡിസ്പ്ലേ 3-4 വട്ടമായി മാറ്റൽ തുടങ്ങിയിട്ട്. അപ്പോൾ പിന്നെ അടവിന് ഫോൺ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കയറിയത്. ഇമേജിൽ നിന്ന് ഫോൺ നോക്കിയപ്പോൾ അടവിന് എടുക്കുന്ന ഫോണിന് റേറ്റ് കുറച്ച് ഓവറാണ്. അപ്പം ഉമ്മാക്ക് പിന്നെ അത്ര റേറ്റിന്റെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നു. കോട്ടാപ്പാടത്തുള്ള ഒരു മൊബൈൽ ഷോപ്പിലാണ് പിന്നെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരു ഫ്രണ്ടിന്റെ കടയാണ്. ആളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആള് ഞങ്ങൾക്ക് അടക്കാൻ പറ്റുന്ന പ്രൈസിൽ ഫോണൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. ദൈശല ആൾക്ക് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയ മുട്ടായി വേണം. അപ്പൊ പിന്നെ ഒരു കടയിൽ പോയിട്ട് മുട്ടായിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അത് അവിടെ തന്നെ ഇരുന്ന് തീറ്റ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സാംസങ്ങിന്റെ ഗാലക്സിയാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് അവിടെ തന്നെയുള്ള ഒരു കടയിൽ ഞങ്ങൾ ചായക്കടിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ മക്കളൊക്കെ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പൊ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് പോകും. പിന്നെ ഞങ്ങൾ നേരെ തറവാട്ടിക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നിട്ട് ഞങ്ങൾ ചായയൊക്കെ കാച്ചി ഞങ്ങൾ കൊണ്ടുവന്ന ഉള്ളിവടിയും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ചായ കുടിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് തറവാട്ടിന്റെ ആയിക്കൂടെ റോട്ടുകളെ ഗൂഡ്സിൽ നല്ല പഴുത്ത മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഒന്നും നോക്കില്ല, ഞാനും കുഞ്ഞോളും പോയിട്ട് 2 കിലോ മാങ്ങയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മാങ്ങയൊക്കെ വാങ്ങിച്ച് ഞങ്ങളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.